ഇത്തവണ ഓഫേഴ്സോ കാര്യങ്ങളോ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സോ ഒന്നും ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിൻ്റെ ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇയറിൽ ഒരുപാട് ഓഫേഴ്സ്, ഒരുപാട് കേക്കൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിലേക്കും നോർമലി ആൾക്കാർക്കും ഷോപ്സിലേക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ബൾക്കായിട്ട് നമ്മൾ കേക്ക് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. സ്ക്വയറിലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ കോളേജ് മേറ്റ് തന്നെയാണ്. എല്ലാ വർഷത്തിലും അത്യാവശ്യം ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ ഇത്തവണ ഒരുപാട് KG അളവിലൊക്കെ നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സിറ്റുവേഷൻസ് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ കേക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി 8 ഇഞ്ചിൻ്റെ ടിന്നിലാട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 1 kgയുടെ 3 കേക്ക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഡിസൈൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഹാപ്പി ന്യൂ ഇയറിന് എഴുതണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 kg ഓരോ കേക്ക്സ് ആയിട്ടും ക്രം കോട്ട് ചെയ്ത് എന്നിട്ട് ഓരോ കേക്ക്സും ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ കൊണ്ടുവച്ചതിന് ശേഷം സെക്കൻഡ് ഐസിങ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രം കോട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റ് ആയാലാണ് സെക്കൻഡ് ഐസിങ് ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പേജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സ്ക്വയർ കേക്കിന് ഷാർപ്പേജ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കുറച്ച് ടൈം കൺസ്യൂം ആവുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടെ നല്ല ഫ്രീസ് ചെയ്ത് നല്ല സെറ്റാക്കിയ കേക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പം ഒരു കേക്ക് തന്നെയാണ് കുറേ സമയം ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അല്ല, നമ്മൾ 3 കേക്ക്സും മാറി എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം എടുത്ത് ഫ്രീസറിലോട്ടേക്ക് മാറ്റും, പിന്നെ അടുത്തത് എടുക്കും, എന്നിട്ട് രണ്ടാമത് ഐസിങ് ചെയ്യും. അങ്ങനെ ഓരോന്നോരോന്നാക്കി ചെയ്ത് 3ഉം ഐസിങ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഫുള്ളായിട്ട് കളർ മിക്സിങ്. ഞാനിവിടെ പിങ്കും വൈറ്റും പർപ്പിളും ഒരു ലാവൻഡർ ഡാർക്ക് ഷെയ്ഡ് ആ ഒരു ഷെയ്ഡും പിന്നെ ഒരു പീച്ച് പോലെയുള്ള ആ ഒരു ഷെയ്ഡ്സും അങ്ങനെ കുറച്ച് കളേഴ്സ് മിക്സിങ് ഒക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഗ്രീനും ഓറഞ്ചും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഗ്രീൻ കളർ ടച്ച് എടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലൂ, പിന്നെ പിങ്ക് ഞാൻ ഷുഗറൈൻ്റെ പിങ്കാണ്. പിന്നെ റെഡിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ചെറിയ രീതിയിൽ കൊടുത്തിട്ട് ഒരു പീച്ച് ഷെയ്ഡ് പോലെയുള്ള കളർ കൊടുത്തത് പിങ്ക് കളർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ 3 തരം കളർ ആദ്യം മിക്സ് ചെയ്തു, പിന്നെ 4ാമത്തെ ഒരു പാക്കിങ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പീച്ച് ഷെയ്ഡിലോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളേഴ്സ് തന്നെ വെച്ചിട്ടാണ് ഈ 3 കേക്ക്സും ഞാൻ ഫൈനൽ ഡിസൈനിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കേക്ക് സിമ്പിളായിട്ടുള്ള ഒറ്റ കളറിൽ മാത്രമായിട്ടാണ് ചെയ്തിട്ടത്. പിന്നെ ഒരു വൈറ്റ് കോംബോയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് പാലറ്റ് നൈഫ് ഡിസൈന് ചെറുതായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് ഡിസൈനിങ് ചെയ്തിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് വലിക്കുന്ന കേട്ടോ. ഒരുപാട് വലിച്ചിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഷാർപ്പേജും കാര്യങ്ങളൊന്നും കളയുന്നില്ല. അപ്പോൾ ജസ്റ്റ് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റാർ നോസിലാണ്. സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് എല്ലാ കോർണറിലും പിന്നെ സെൻറ്ററിലും ആയിട്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. അത്യാവശ്യം വലുപ്പമുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് ഡിസൈൻസ്, ഒരുപാട് ടൈമോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബൾക്ക് ഓർഡേഴ്സൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ 2 കേക്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒരുപാട് കേക്ക്സ് ഞാൻ ഒഴിവാക്കിയെന്ന് പറയാൻ റീസൺ ഒരുപാട് തിരക്ക് ഉള്ള ടൈമായിരുന്നു. കേക്ക് കോമ്പറ്റീഷൻ, പിന്നെ ജഡ്ജ്മെൻറ്റിന് പോവുക, പിന്നെ പലതരം കാര്യങ്ങൾ, പിന്നെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് 27, 28, 29, 30 ആ ഒരു ഡേറ്റിലൊക്കെ കല്യാണങ്ങളായിരുന്നു. അപ്പോൾ ഒരുപാട് കല്യാണങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ തിരിച്ച് റിട്ടേൺ വരാനും കേക്ക്സിൻ്റെ ഓർഡേഴ്സ് എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല. പല ഓർഡേഴ്സും വേണ്ടാന്ന് വെക്കാനല്ലാതെ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പല കേക്ക്സും 6 കിലോയുടെ കേക്ക് ആയിക്കോട്ടെ, 5 കിലോയുടെ 2 കിലോ അങ്ങനെയുള്ള വരുന്ന പല കേക്ക്സും ബൾക്കായിട്ടുള്ള ഓർഡേഴ്സൊക്കെ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥയായിപ്പോയി. ഇനി ഇൻഷാല്ല നെക്സ്റ്റ് ഇയറും അല്ലാതെ നോർമലി നമ്മുടെ കേക്ക്സും ഒക്കെ പെട്ടെന്ന് ചെയ്യണം. പിന്നെ ഒരുപാട് വീഡിയോസ് എടുത്തിട്ട് പെൻഡിങ് ആയിട്ടുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളൊക്കെ ടൈം കിട്ടാറില്ല. അപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പലതരം ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോസ് റീൽസ് ആയിട്ട് ഇടാറുണ്ട്. പിന്നെ നമ്മൾ ഷോർട്സിലും അത്യാവശ്യം ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതും പിന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റ ഐഡിയും നമ്മുടെ റുഷാസ് റെസിപ്പീസ് എന്ന് തന്നെയാണ്. പിന്നെ ഷോർട്സ് വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളർ കോംബോയിലാണ് ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഈ ഒരു കളർ മിക്സിങ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലാവൻഡർ ആ ഒരു പർപ്പിൾ ആ ഒരു ഷെയ്ഡും പിന്നെ ഡാർക്ക് പിങ്കും ഞാൻ ഷുഗറിൻ്റെതും പിന്നെ ഷെഫ് അങ്ങനെയുള്ള കളറൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിങ്കും അതും മിക്സിങ് ആക്കിയിട്ട് ചെറിയ സ്റ്റാർ നോസിലും ഷെൽ നോസിലും വലിയ സ്റ്റാർ നോസിലും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ചെറിയ സ്റ്റാർ നോസിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പിങ്ക് വലുത് വന്നതും സ്റ്റാർ നോസിലാണ് വലിപ്പമുള്ളത്. പിന്നെ ഇത് നല്ല വലിയ
ഷെൽ നോസിലാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2-3 ഫ്രണ്ട്സും നമ്മുടെ സ്റ്റുഡൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷെൽ നോസിലിൻ്റെ ഫോട്ടോസ് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ചൂണ്ടുവിരലൊക്കെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വലിപ്പമുള്ള ഷെൽ നോസിലാണ് കേട്ടോ. ചെറിയ ഷെൽ നോസിലുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല വലിയത് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ ഷെൽ നോസിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു ക്യൂട്ട്നെസ് ആണ് ആ ഒരു നോസിൽ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. പിന്നെ ലീഫ് നോസിൽ വെച്ചിട്ട് ഈ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കളർ കോംബോ ആണ് ഈ ഒരു കേക്കിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേ കളർ കോംബോയിൽ തന്നെ സിമ്പിളായിട്ടുള്ള വേറൊരു ഡിസൈനാണ് വേറൊരു കേക്കിന് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്തത് വൈറ്റും ആ ഒരു പീച്ച് ആ ഒരു ഷെയ്ഡിലുള്ളത് ഒരു കേക്ക്, പിന്നെ ഇത് സെക്കൻഡ് കേക്ക്. മൂന്നാമത്തെ കേക്കും വരുന്നതും ഈ ഒരു കളർ കോംബോ തന്നെയാണ്. പിന്നെ ഒരേപോലത്തെ ഡിസൈൻസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. സെയിം കസ്റ്റമർ തന്നെയാണ്, പക്ഷേ കസ്റ്റമറിന് 3 ആൾക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ന്യൂ ഇയർ സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വർഷവും ഒരു 5-8 കേക്ക് എന്തായാലും ചെയ്യാറുള്ളതാണ്. ഏകദേശം ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറിന് മുൻപായിട്ടാണ് പല കേക്ക്സും കൊണ്ടുപോകാറുള്ളത്. പിന്നെ ന്യൂ ഇയറിൻ്റെ തലേന്ന് ഈ ഒരു കേക്കും. അങ്ങനെയാണ് ആ ഒരു കസ്റ്റമർ സ്ഥിരം കൊണ്ടുപോകുന്നത്. പക്ഷേ അതിന് മുമ്പുള്ള ഓർഡേഴ്സൊക്കെ എനിക്ക് പല കേക്ക്സിൻ്റെയും ഓർഡേഴ്സ് മിസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കേക്ക്സാണ് ഇപ്പോൾ വന്ന് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഈ ഒരു കേക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്ന അന്നാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്, ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ അപ്പോഴേക്കും ഓർഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ബാക്കിയുള്ള വീട്ടിൽ പിന്നെ പല കാര്യങ്ങളുണ്ടാവില്ല, നമ്മൾ ഒരുപാട് ദിവസങ്ങൾ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെനക്കെടാണ്. അപ്പോൾ ഇതൊക്കെ പാക്കിങ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി പിന്നെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ സെറ്റാക്കി കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 6 മണിയാകുമ്പോഴേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 31-നാണ് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അതേ 31-ന് തന്നെ 6 മണിയാകുമ്പോഴേക്കാണ് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി പാക്കിങ് ഏകദേശം ചെയ്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില ഓർഡേഴ്സ് 31-ന് വന്ന് തന്നെ എനിക്ക് ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വലിയ ബോർഡും ബേസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കത് പോസിബിൾ അല്ല. കാരണം നമ്മൾ നോർമലി 2 kg 3 kg 4 kg 1 kg ഹാഫ് kg അതൊക്കെയാണ് കൂടുതൽ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്, നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുള്ളത്. അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യൽ കുറവാണ്. പിന്നെ ചില ഓർഡേഴ്സൊക്കെ നമ്മൾ അറിഞ്ഞ് പറ്റാത്ത അവസ്ഥ കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിസൈന് ഷെൽ നോസിൽ പിന്നെ നേരത്തെ യൂസ് ചെയ്തിട്ടില്ല, ചെറിയ സ്റ്റാർ നോസിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, വലിയ സ്റ്റാർ നോസിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിസൈനും സിമ്പിളായിട്ട് കൊടുത്തു. ഷുഗർ ബീഡ്സും കൊടുത്തു. പിന്നെ സ്ക്വയറിൽ ഫോണ്ടൻ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഹാപ്പി ന്യൂ ഇയറും കൂടെ എഴുതിയിട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ. എഡിബിൾ നമ്മൾ കേക്കിൻ്റെ ക്രീമിനൊക്കെ യൂസ് ചെയ്യുന്ന കളേഴ്സ് തന്നെയാണ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പേര് എഴുതുന്നത് ക്രീം വെച്ചിട്ടും ഫോണ്ടൻ്റ് വെച്ചിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പല ആൾക്കാർക്കും അത് കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല, അതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ യൂട്യൂബിൽ ഷോർട്സിലായിട്ടും ഇൻസ്റ്റഗ്രാം നമ്മുടെ റുഷാസ് റെസിപ്പീസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ ഇതിന് ഡീറ്റെയിൽസ് ആയിട്ട് പല ടിപ്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് കേട്ടോ. പേര് എഴുതുന്നതും ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ഡ്രൈ ആക്കുന്നതും സൈഡിൽ സ്റ്റിക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ടിപ്സ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.